ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എന്താ ഞാൻ വീഡിയോ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ മേലത്തെ ടെറസിൻ്റെ ഗാർഡനൊക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ അപ്പോൾ വെച്ച ചെടി അതൊക്കെ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വളർന്നോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം ഞാൻ അന്ന് കാണിക്കുമ്പോൾ ഇതുമ്പിൽ എന്ത് കളർ പൂവാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് വയലറ്റാണ് കേട്ടോ. കണ്ട് പൂവൊക്കെ വിരിഞ്ഞിട്ട് വാടീനും വയലറ്റാണ്. ഇപ്പം ഞാൻ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി വെച്ചു. മറ്റേ സ്റ്റെപ്പുമ്പിലായിരുന്നു വെച്ചായിരുന്നു. ഇപ്പോൾ മേലെ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെച്ചപ്പോൾ നന്നായിട്ട് മേലേക്ക് വള്ളി അങ്ങനെ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു നിറച്ച് കായാണ് കണ്ടില്ലേ. ഇപ്പം നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിത്യകല്യാണി. അത് പിന്നെ പഴയ പോലത്തെ നല്ല വലിയ ചെടിയായിട്ടുണ്ട്, നിറയെ പൂവുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, അന്ന് ഞാൻ കാണിച്ചു തരുന്നു. ഈ ചെടി നന്നായിട്ട് ഇപ്പോൾ വളർന്ന് വരുന്നുണ്ട് കണ്ടോ. ഇത് മറ്റേ ജമന്തി, തേൻ കളറിലുള്ള ജമന്തിയാണ്. അതിന് ചെറിയ കഷ്ണപ്പോൾ കിട്ടിയിട്ടുള്ളൂ, വെച്ചിട്ടുള്ളൂ, വളർന്ന് വരണേ ഉള്ളൂ. ഇത് നമ്മളെ നാട്ടിലെ എന്താ പറയുക, എന്താ ഈ ചെടിക്കൊരു പേരുണ്ടല്ലോ, ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇതിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ ഒരു കേട് വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇല എടുത്ത് കളയുകയാണ്. പേരിക്ക് ഓർമ്മ വരുന്നില്ല. പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഇടുള്ളൂ. പിന്നെ നമ്മളെ ജമന്തി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതുതായിട്ട് വേറെ തളിർത്ത് വരികയാണ്. അതേ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളുടെ നിശാഗന്ധി. ഇത് നമ്മളെ വീട്ടിലെ നിശാഗന്ധിയാണ്, നന്നായിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ചെടികളൊക്കെ ഓരോന്ന് കാണിക്കാൻ ഞാൻ എല്ലാതും നല്ല അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ പുതുതായിട്ട് വെച്ച ചെടിയാണ് കേട്ടോ. അപ്പോൾ കണ്ട ചെടികൾ അതേപോലെ തന്നെ മഞ്ഞ കണ്ടില്ലേ, ഇത് കിട്ടിയൊരു കഷ്ണം ചെടി കിട്ടിയിട്ടുണ്ട്, വെച്ച് വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ തൊട്ട വീട്ടിലുള്ള ഒരുത്തർ തന്നതാണ്. ഇത് ഞാൻ വിചാരിച്ച് ചെണ്ടുമല്ലിയാണെന്നാണ് വിചാരിച്ചത്. ഇല കണ്ട ചെണ്ടുമല്ലിയുടെ എല്ലാം മാതിരി ഉണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെ പൂ കണ്ടില്ലേ, മുട്ട് കണ്ടില്ലേ, വേറെ ടൈപ്പാണ്. ഇത് എന്ത് പൂവാണെന്ന് അറിയില്ല. ഇതിൻ്റെ പേരറിയുമെന്നൊക്കെ കമൻറ്റിൽ ഇടുകൊണ്ടു. ചെടിയുടെ പേരറിയെങ്കിൽ മാങ്ങാന്നറിയാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ കറക്റ്റായിട്ടിലേക്ക് അറിയുന്നില്ല. പിന്നെ ഞങ്ങളന്ന് വാങ്ങി വെച്ച റോസ് ഉണ്ടല്ലേ, ഇതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പൂവൊക്കെ വിരിഞ്ഞിട്ട് ഉണങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ള റോസാണ് കണ്ടില്ലേ. ആ റോസിൻ്റെ 3 റോസും കൂടി ഒരു ബക്കറ്റിലാണ് വെച്ചിട്ടുണ്ട്. ഞാൻ ബഡ് ചെയ്യാന്നുള്ളൊരു ഇതിൽ വെച്ചിരിക്കുകയാണ്. അതിൽ ഓരോന്നിൻ്റെയും പൂവാണ് കണ്ടില്ലേ. ഒരു റോസ് ഇതിന് നടുവിൽ നിൽക്കണത്, ഇത് വേറൊരു കളറ് റോസ്. ഇതിൻ്റെ പൂവാണിതും. പക്ഷെ ഇത് വേറെ കണ്ടില്ലേ, പൂവ് കണ്ട നിങ്ങൾക്ക് അറിയും, അത് വേറെ. ഇത് നമ്മളുടെ നാടൻ റോസാണ് കേട്ടോ. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. പൂവുണ്ടായിട്ടില്ല, പൂവാവണേ ഉള്ളൂ, പൂവുണ്ടാവാനാവണുണ്ട്. പിന്നെ ഇതൊരു മഞ്ഞ റോസാണ്, മഞ്ഞ റോസ്. ഇത് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പൂവുണ്ടായിരുന്നു, വിരിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇത് വെള്ള, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നു വെള്ള റോസിൻ്റെ ചെടി വാങ്ങി എന്നുള്ളത്. ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് കളഞ്ഞ്, പൂവൊക്കെ വിരിഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നല്ല തുളിർത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ മഞ്ഞ ജയമന്തിയുടെ ഒരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ വളർന്ന് വരണേ ഉള്ളൂ. ഇത് ഒരു ജമന്തിയാണ്. ഇത് വെള്ളയാണോ തേൻ കളറാണോ എന്ന് അറിയില്ല. അവന് മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. വിരിയുമ്പോൾ ഞാൻ അതിന് എന്ത് കളറാണ് കാണിക്കേണ്ടത്. ഇത് നമ്മളെ ചെറിയ ബ്ലൂ കളറുള്ള ചെറിയ വഴുതനങ്ങയാണ്. അപ്പോൾ പൂട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറേ പഴക്കം കിട്ടും ഇതിന്. ഇത് ഞാൻ ഒരു ചെടി വെച്ചിട്ട് നിറയെ പ്രാവശ്യം കായ്ച്ച്, പിന്നെ ഞാൻ വെട്ടി, പിന്നെ തളിർത്ത് അങ്ങനെ വന്നാണ്. അപ്പോൾ പൂവുണ്ടാവുള്ളൂ തുടങ്ങി വേണ്ടില്ലേ. പിന്നെയും പൂവുണ്ടാവുന്നുണ്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഒരു അടയ്ക്കാപ്പഴത്തിൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ഞാൻ അന്ന് കാണിക്കുമ്പോൾ ഉണ്ടായിരുന്നതൊക്കെ തോന്നുന്നുണ്ട്. ഈ 10 മണി ചെടി ഇപ്പോഴാണ് തമ്മിൽ പൂവുണ്ടായിരുന്നത്. പൂ കണ്ടില്ലേ, അതിൻ്റെ പൂവ്. പിന്നെ ഇത് നമ്മളെ വന്ന് കാണിച്ചായിരുന്ന ചെടിയാണ്. ഇപ്പോൾ പൂവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പൂ വന്നാലേ ഉള്ളൂ. ഇത് നമ്മൾ അരളിച്ചെടി കണ്ടില്ലേ, അന്ന് കാണിക്കുമ്പോൾ മുട്ടൊക്കെ ചെറുതായിരുന്നുണ്ട്. അപ്പോൾ മുട്ടൊക്കെ നല്ല വലുതായി, നല്ല വലുപ്പമുള്ള പൂവാണ് കേട്ടോ. ഇല്ലേ മുട്ടുണ്ടതിന്.
ഇത് മൈലാഞ്ചിയുടെ ഇതാ ചെടിയാണ്. പിന്നെ ഇതൊരു ചെമ്പരത്തി, ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കാണിച്ചു തന്നു, അടുക്ക് ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ട്. ഇലയൊന്നും അധികം ആയിട്ടില്ല, അതിലേക്ക് ആവുന്നില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ ഇതിലൊരു മൊട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി വിരിഞ്ഞിട്ട് ഞാനൊരു പൂവിൻ്റെ വീഡിയോ കാണിക്കേണ്ടത് നിങ്ങൾക്ക്. പിന്നെ ഇത് നമ്മളെ ചീനമുളകാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ഈ ചെടി വെച്ചിട്ട് അതായത് പറിച്ച് കളയാ വെട്ടി കളയാന്നൊക്കെ എടുത്ത് വിചാരിച്ചാൽ പിന്നെ ഞാൻ അതിൻ്റെ കമ്പ് കുറേ കെട്ടിക്കളഞ്ഞപ്പോൾ ഇത് നല്ല തളിർത്തിട്ട് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ നിറയെ മുളക് ഉണ്ടായി മുമ്പിൽ, നിറയെ മുളക് ഉണ്ടാവുന്നുണ്ട്. നല്ല തളിർത്ത് നല്ല ഭംഗി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ തോന്നണം എനിക്ക് പിന്നെ ഇതിൽ മുളക് ഉണ്ടാവും എന്നാണ് തോന്നണം, അതുകൊണ്ട് വെട്ടണില്ല. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വേസ്റ്റ് തക്കാളി കൊട്ട കിട്ടി. അപ്പോൾ ഞാൻ അതിൽ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് നമ്മളെ മുളകിൻ്റെ വിത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നിറയെ മുളച്ചൊന്നും കണ്ടോ, മുളകിൻ്റെ വിത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഇതിൻ്റെ വിത്ത് കിട്ടി. എന്താ അത് നമ്മളെ കുറ്റിപ്പയർ, കുറ്റി ബീൻസ്, ഇതിൻ്റെയൊക്കെ വിത്ത് കിട്ടി. അതൊക്കെ മുളപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ ഓരോന്ന് ഇട്ടിട്ടുണ്ട്. കുറ്റി ബീൻസ്, കുറ്റിപ്പയറൊക്കെ ഇട്ടിട്ടുണ്ട്. മുളച്ചതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ ആ മുരിങ്ങയുടെ അന്നൊരു ചെറിയ ഒരു പാത്രത്തിൽ നിറയെ മുരിങ്ങത്തൈ വെച്ചായിരുന്നു വിത്തിട്ടിട്ട്. അപ്പോൾ അത് ഒരു മാതിരി മുരടിച്ച മാതിരി വന്നപ്പോൾ ഞാനൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം കണ്ടില്ലേ ഇപ്പോൾ എങ്ങനെ വന്ന് നോക്കിക്കാ ചെടി. അതുപോലെ ഇല നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇല. പിന്നെ തക്കാളി ചെടി. പിന്നെ നമ്മളെ ഈ മുരിങ്ങ മരം ഞാൻ എപ്പോഴും മുരിങ്ങയുടെ ചെടി ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇതിൽ എന്താ ഒരു രസം എന്നറിയും. ഈ ഒരു ഞങ്ങളുടെ നാട്ടിൽ പച്ചപ്പയ്യ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുക അറിയില്ല. അത് കണ്ടില്ലേ, ഇത് ഇതുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ടാവും. എപ്പം നോക്കിയാലും പാവം തോന്നും. എങ്ങനെ തുരത്തി വിട്ടാലും പോവില്ല. കണ്ടില്ലേ, അതെങ്ങനെ ഇരിക്കുന്നു നോക്കുക. ഒരു മനുഷ്യൻ്റെ മാതിരി ഉണ്ട് എനിക്ക് കണ്ട. കുറച്ചുകൂടി അടുത്ത് കണ്ട് കാണിക്കാൻ ഞാനുണ്ടോ. കാണാൻ അതെങ്ങനെയാലും പോവില്ല കണ്ടോ. പിന്നെ തൊട്ട വീട്ടിൽ നിന്ന് കുറച്ച് പച്ചച്ചാണകം കിട്ടി. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അപ്പം വെയിലത്തിട്ടിരിക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു പലകയിലിട്ടിരിക്കുകയാണ് ഞാൻ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ ചെടികൾക്ക് ഇടാം, നല്ല വളമാണ്. അപ്പോൾ നിങ്ങളെൻ്റെ എല്ലാ ചെടികളും കണ്ടില്ലേ എങ്ങനെ വളർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇത് നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ